ബിരിയാണികളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്റെ ചാനലിട്ടുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നുള്ള റൈസുകൾ പലതും ഇട്ടുണ്ട്. എന്ന് ബോംബെ ബിരിയാണി. അപ്പൊ സമയം കളയണ്ട, ഉടനെ വീഡിയോയിലേക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. ഈ ബിരിയാണി കൊണ്ട് ഒരു 7 അല്ലെങ്കിൽ 8 പേർക്ക് നമുക്ക് കഴിക്കാം കേട്ടോ. അതിനു വേണ്ടി ബീഫ് ഒരു 2 കിലോ ഇങ്ങനെ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെള്ളം ഒഴിച്ച് ആ ബീഫ് എന്തോരമുണ്ടോ അത്ര തന്നെ വെള്ളം, ഒരു 3 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞളും ഇട്ട് കവർ ചെയ്ത് സ്ലോയില്, ഫുൾ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കേണ്ട, സ്ലോയില് സോഫ്റ്റായിട്ട് അത് കുക്ക് ചെയ്യണം. അതെ, ഇങ്ങനെ ബീഫ് എടുത്താൽ ഇങ്ങനെ പഞ്ഞി പോലെ ഇങ്ങോട്ട് വിട്ട് പോരണം. ആ സ്റ്റേജിൽ എടുക്കുക, ബീഫ് അപ്പം തന്നെ മാറ്റാം, ഒരു പാത്രത്തിലേക്ക് വയ്ക്കാം. ആ സ്റ്റോക്കും അവിടെ തന്നെ ഇരുന്നോട്ടെ. വേറൊരു പോട്ടിലേക്ക് 1 കപ്പ് ഓയിൽ, അതിലേക്ക് സബോള ഒരു 4 എണ്ണം ഫൈനായിട്ട് സ്ലൈസ് ചെയ്തത്, അത് ബാച്ചായിട്ട് ഇങ്ങനെ ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഫ്രൈ ചെയ്തെടുത്ത് അത് മാറ്റി വയ്ക്കണം. അതെ, നല്ല ഗോൾഡൻ കളറിൽ ഇതേപോലെ ഒരു 2-3 ബാച്ചായിട്ട് എല്ലാ സബോളയും എടുക്കാം. അത് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് നല്ല വലിയ പീസിൽ കട്ട് ചെയ്ത് ഒരു 4 എണ്ണം അതും ഓയിലിലിട്ട് ഫ്രൈ ചെയ്ത് അതും അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതേ ഓയിലിലേക്ക് തക്കാളി ഒരു 4 എണ്ണം പേസ്റ്റ് അടിച്ചത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 3 ടേബിൾ സ്പൂൺ. ഇഞ്ചി വെളുത്തുള്ളിയുടെ റെസിപ്പി എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. ഒരു 3 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യാം. അതിലേക്ക് പകുതി സബോള വറുത്ത് വെച്ചത് പകുതി മാത്രം കേട്ടോ, അത് ഇട്ട് കൊടുക്കാം. ബീഫും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. ബിരിയാണി മസാല എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള റെസിപ്പി എൻ്റെ ചാനലിൽ എടുപ്പുണ്ട് കേട്ടോ. പിന്നെ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് 2 ടീസ്പൂൺ, നാരങ്ങയുടെ നീര് 1 ടേബിൾ സ്പൂൺ. ആ സ്പൈസസ് ഒന്ന് കുക്കായി അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ 2 കപ്പ് സ്റ്റോക്ക് നമ്മൾ നേരത്തെ നീക്കി വെച്ചില്ലേ, ആ സ്റ്റോക്ക് 2 കപ്പ് കൊണ്ട് ഒഴിക്കുക. അതിനൊന്ന് തിക്കാവാം. തിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. നമ്മൾ വറുത്ത് വെച്ച ഉരുളക്കിഴങ്ങിടുക, ഒന്ന് സൂക്ഷിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ മുകളിലേക്ക് ആ ബാക്കി സബോള, ഒരു മല്ലിയില ഒരു കൈ നിറച്ച്, പുതിനയില അതേപോലെ തന്നെ ഒരു കൈ നിറച്ച്, പിന്നെ നാരങ്ങ സ്കിന്ന് കളഞ്ഞിട്ട് ഇങ്ങനെ ഫൈനായി സ്ലൈസ് ചെയ്തത്, പച്ചമുളക് വലുത് ഒരു 6 എണ്ണം, പ്രോൺസ് ഒരു 10 എണ്ണം, പിന്നെ ഒരു 8 പച്ചമുളക് ഒരു ബ്ലെൻഡറിൽ അടിച്ച് അതിൻ്റെ പേസ്റ്റും അതിൻ്റെ മുകളിലേക്ക് ഇടാം. പിന്നെ തൈര് 1/2 കപ്പ് അതും ഇടാം. അത് കഴിഞ്ഞ് സൈഡിലേക്ക് വയ്ക്കുക. നമുക്ക് ബസ്മതി അരി ഒരു 4 കപ്പ് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു 30 മിനിറ്റ് നേരം സോക്ക് ചെയ്യണം കേട്ടോ. വെള്ളത്തേക്ക് ഒരു 10 കുരുമുളക്, 5 ക്ലോവ്സ്, 2 പട്ട, ഏലക്കായ 2 എണ്ണം, ബേ ലീഫ് 2 എണ്ണം, ഉപ്പ് ഒരു 3 ടീസ്പൂൺ. നന്നായിട്ട് ബോയിൽ ചെയ്ത് വരുമ്പോൾ നമ്മൾ 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച റൈസ് അതിലേക്ക് ഇടാം. അത് കഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതോടെ തിളച്ച് വന്ന് കഴിയുമ്പോൾ ഇതേപോലെ 80% കുക്കായി കഴിയുമ്പോൾ അത് ഊറ്റി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ അതിൻ്റെ മുകളിലേക്കാണ് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ആവും. ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കിയോര വാട്ടർ അല്ലെങ്കിൽ റോസ് വാട്ടർ, 1 ടേബിൾ സ്പൂൺ പാല്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾ. ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ കളർ ഉപയോഗിക്കണില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ഉപയോഗിക്കാം. എനിക്ക് കളറിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കളർ ഉപയോഗിക്കണില്ല. ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിൽ. അത് കഴിഞ്ഞ് അടച്ച് വെച്ച് ലോ ഹീറ്റിൽ ദമ്മ് ചെയ്യാം ഒരു 25 മിനിറ്റ് നേരം. ഇതേപോലെ നല്ല ഫ്ലഫി റൈസ് നിങ്ങൾക്ക് തുറന്നു കഴിയുമ്പോൾ കിട്ടും. ഒരു ഫ്ലാറ്റ് സ്പൂൺ വെച്ചിട്ട് അത് ഇങ്ങനെ സൈഡിൽ നിന്ന് അങ്ങോട്ട് വിടർത്തി കൊടുക്കാതെ നോക്കിയേ, ഇങ്ങനെ അങ്ങോട്ട് കിട്ടും. ഇത് കഴിഞ്ഞാൽ ആ ബീഫും ഉരുളക്കിഴങ്ങും ഒക്കെ ഒരു പ്ലേറ്റിലേക്ക് ഇടാം. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ആ അടിപൊളി റൈസും ഇടാം. നോക്കിയേ, ഇങ്ങനെ അടിപൊളി ബിരിയാണി റെഡിയാണ്. അതും ബോംബെ സ്റ്റൈലിൽ ഒരു പ്രത്യേക മസാലകൾ കൂട്ടുകൂടി ഉണ്ടാക്കണേ. അപ്പം ഓക്കെ, നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.
ഉരുളക്കിഴങ്ങ് ഇട്ടത്. ബോംബെയിലത്തെ ബിരിയാണിയാണത്. ഓക്കെ, വിട്ടുവിട്ട് കിടക്കണുണ്ട് റൈസ്. ഇനി ബീഫ് സോഫ്റ്റ് എന്ന് പറഞ്ഞാണ്ടല്ലോ. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങ്, അത് നല്ല സോഫ്റ്റ് ആണ്. നമുക്കൊന്ന് പിടിച്ചു നോക്കാം. അതിന് റൈസ് ഇടും. റൈസൊക്കെ ആ ബീഫിന്റെ നെയ്യൊക്കെ ഇറങ്ങിയിട്ട് ഉരുളക്കിഴങ്ങ് നല്ല സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റും ആണ്. ഈ ബീഫ് ഇതെല്ലാം കൂട്ടിട്ടൊന്ന് പിടിച്ചു നോക്കാം. കിട്ടും. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ബിരിയാണി ടേസ്റ്റ് അല്ല, ഇതൊരു വേറെ ടേസ്റ്റിലുള്ള ബിരിയാണി. അപ്പൊ ഇടയ്ക്ക് ആ ടേസ്റ്റ് ബഡ്സ് ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ക്രിസ്പ് ആയിട്ടുള്ള സബോള, അതിന്റെ റെസിപ്പിയും എന്റെ ചാനലിൽ എടുപ്പുണ്ട് കേട്ടോ. ലച്ചപ്യാസ്. അപ്പൊ എങ്ങനെയാ തിന്നണ്ടേ? ഇങ്ങനെ എടുക്ക, കുഴക്ക, വാഴയ്ക്ക് വെക്ക, ആസ്വദിച്ചാണ്ട് തിന്നേക്കാം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.